ഏട്ടാ ഈ ബാഗ് ഒന്ന് എടുത്തരോ. എന്താണ്, എന്തിനാ ഇങ്ങനെ വിളിച്ചു പോണേ? അല്ല മാം, ഈ ബാഗ് ഒന്ന് എടുക്കാൻ എത്തണില്ല, അതാ ഏട്ടനെ വിളിച്ച. ഇതെടുക്കാനാണ് അവനെന്തോ പടുത്തിറക്കണ, ഞാൻ എടുത്തരാം. എന്റെ മോളെ ഇതൊന്നും എടുക്കാൻ പറ്റില്ല അല്ലെ, ഹൈറ്റ് ഇല്ലാത്തോണ്ട്. ഇത്രയും അടുത്തിരിക്കുന്ന സാധനമൊക്കെ എടുക്കാൻ ഒരാൾ വേണമെന്ന് പറയുമ്പോ ഇത്ര കഷ്ടമാണ്. എന്റെ ദൈവം, എനിക്ക് പേടിയാവുന്നു. മുന്നോട്ടൊക്കെ നോക്കുമ്പോ എന്താണ് അവസ്ഥ? എല്ലാത്തിനും അവൻ പുറകെ നടക്കേണ്ടി വരില്ലേ? നിനക്ക് ഒരു സാധനം പോലും എടുക്കാനുള്ള പക്വമില്ല. എന്റെ ദൈവം, എനിക്ക് ചിരിയും വരുന്നു, വിഷമവും വരുന്നു. അല്ല, ഞാൻ ആലോചിക്കണായിരുന്നേ, ചോദിക്കണം വിചാരിച്ചാണ്. മോളുടെ അച്ഛന് ഹൈറ്റ് ഇല്ല അല്ലെ, അമ്മയ്ക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. അച്ഛന്റെ കുടുംബത്തിലെ പാരമ്പര്യം എനിക്ക് മുഖം കിട്ടിയിട്ടുണ്ടാവുക. അമ്മയുടെ ഫാമിലിയിൽ എല്ലാവർക്കും പൊക്കമുള്ളവരാ. അച്ഛന്റെ ഫാമിലിയിലാ, അച്ഛന്റെ പെങ്ങള് അമ്മായിക്ക് അച്ഛമ്മയ്ക്കൊന്നും പൊക്കമില്ലാത്തവരാ. അയ്യോ, വല്ലാത്തൊരു അവസ്ഥയാട്ടാ. മോളെ പെണ്ണ് കാണാൻ വേണ്ടി ഞങ്ങൾ വന്നില്ലേ, ആ സമയത്ത് അച്ഛനും അമ്മയും കൂടെ നിൽക്കണ കണ്ടപ്പോ ഞെട്ടിപ്പോയി. അച്ഛൻ ചെറുതും അമ്മ വലുതും. അയ്യോ, ഞങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനൊരു ശീലമില്ല. ഹൈറ്റ് ഇല്ലെങ്കിൽ ഇങ്ങോട്ട് പിടിച്ച് കെട്ടിക്കില്ല. അല്ലാണ്ട് ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ കളിയാക്കുന്ന രീതിയിലേ. അയ്യോ, എങ്ങനെയാണെന്നിട്ട് അമ്മ ഇങ്ങനെ താഴേക്ക് നോക്കിയായിരിക്കും അച്ഛനെ. അയ്യോ, എന്തൊരു അവസ്ഥയാണല്ലേ ഹൈറ്റ് ഇല്ലാന്നൊക്കെ പറയുമ്പോഴേ. ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ നല്ല ഹൈറ്റുള്ള ആൾക്കാർ. പാനിലാണെങ്കിലും നോക്കടെ കെട്ടിയതേ നല്ല ഹൈറ്റ് അല്ലേ, അവൻ നല്ല ശരീരമല്ലേ. അതുപോലെ തന്നെയാണ് എൻ്റെ കുടുംബത്തിലൊക്കെ നല്ല ഹൈറ്റുള്ള ആൾക്കാരാണ്, നല്ല ഒത്ത ശരീരമൊക്കെ ആയിട്ട്. ഓരോരുത്തർക്കും ഒരു രീതി. അച്ഛന്റെ പാരമ്പര്യമായി പോയി, അല്ലെങ്കിൽ മോക്ക് പിന്നെ ഹൈറ്റ് ഉണ്ടാവുകയെ. ഇതിപ്പോ ഒരുമാതിരി വല്ലാത്തായി ഓരോ രീതിയേ. ഇനി എന്തിനും വേണമെങ്കിൽ അവനെ വിളിക്കണ്ടല്ലോ, ഞാൻ എടുത്തുതരാം.